മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇത് വേപ്പാണ്. നമുക്കറിയാം, വേപ്പിൻ്റെ ഗുണങ്ങൾ നമുക്ക് നന്നായി അറിയാം. ഒരു മൂട് വേപ്പ് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരു ആയുർവേദ വൈദ്യശാല നമ്മുടെ മുറ്റത്ത് ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലെങ്കിൽ ഉറപ്പിക്കാം. അത്രമാത്രം ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമായ വേപ്പ്. ഇന്ന് ഈ വേപ്പ് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത് നട്ട് വളർത്താനോ ഒന്നുമുള്ള ഒരു സാഹചര്യം നമുക്കില്ല. പക്ഷേ നമ്മുടെ വീടും പരിസരവും വായു ശുദ്ധീകരിക്കാൻ, ഒപ്പം ഒരു പരിധിവരെ കൊതുവിനെ അകറ്റാൻ ഈ വേപ്പ് അനിവാര്യമാണ്. ചെറു പ്രാണികൾ കടിച്ചാൽ ഉണ്ടാകുന്ന വിഷത്തിന് വേപ്പില ഏറ്റവും നല്ല ഔഷധമാണ്. എന്ന് മാത്രമല്ല, വേപ്പില കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വേപ്പിലയുടെ സത്തെടുത്ത് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേപ്പിൻ്റെ തൊലി, അതിൻ്റെ വേര്, അതിൻ്റെ കായ്, ഇതിൻ്റെ ഇല എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. കാരണം വേപ്പിൻ്റെ കുരു ആട്ടുമ്പോൾ എണ്ണ കിട്ടുന്നുണ്ട്. ഈ വേപ്പെണ്ണ നമുക്കറിയാം വളരെ നല്ലൊരു ഔഷധമാണ്. ഒപ്പം വേപ്പെണ്ണ എടുത്തതിന് ശേഷം കിട്ടുന്ന കുരുവിൻ്റെ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു കീടനാശിനിയാണ്, വളമാണ്. അപ്പോൾ അത്തരത്തിൽ സമൂലമായ ഒരു മരുന്നാണ് ഈ വേപ്പെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് വേപ്പ് വെച്ച് പിടിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇത് വലിയ ഒരു വൃക്ഷമായി വളരുന്നതിൽ നമുക്കതിന് കഴിയുന്നില്ല. അപ്പോൾ വേപ്പ് ഒരു കുള്ളനാക്കി നമുക്ക് വളർത്തുന്ന വിധമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു വേപ്പ് തൈ വാങ്ങിക്കുക. ഈ വേപ്പിൻ തൈ വാങ്ങിച്ച് ഇവിടെ ഞാൻ ഇതിൻ്റെ വേരൊന്നും എടുത്ത് കളയുന്നില്ല. ഇതിവിടെ തന്നെ വളർന്നു നിന്ന ഒരു വേപ്പാണ്. ഞാൻ മറ്റൊരു ചട്ടിയിൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു വേപ്പാണ്. അപ്പം ഇത് കുള്ളനായിട്ട് നമുക്ക് നട്ട് വളർത്തുന്ന രീതിയാണ് ഞാനിവിടെ വിവരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ബക്കറ്റ്. ഈ ബക്കറ്റ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കട്ടി കൂടിയ ബക്കറ്റ് വേണം നമ്മൾ വാങ്ങിക്കാൻ. അതല്ലെങ്കിൽ ചെറിയൊരു ഡ്രമ്മായിരിക്കണം. അപ്പോൾ ഈ ബക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ സുഷങ്ങളിടണം. കാരണം ഒട്ടും തന്നെ വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കരുത്. നമ്മൾ ഒഴിക്കുന്ന വെള്ളം മുഴുവൻ വാർന്നു പോകണം. കാരണം നീർവാഴ്ച ഉള്ള പ്രതലത്തിൽ മാത്രമേ ഈ വേപ്പ് വളരുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ കുറച്ച് വെള്ളം മതി ഈ വേപ്പിന്. അതുകൊണ്ട് തന്നെ വളർത്താൻ എളുപ്പമാണ്. കാരണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ ഇതിന് മഴ പെയ്യാത്ത ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിഴുത്താനുള്ള ഒരു നല്ല കട്ടിയുള്ള ഒരു ബക്കറ്റ് എടുക്കുക. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഓടിൻ്റെ കഷ്ണം കുറച്ച് അടുക്കി കൊടുക്കണം. കാരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പൂർണ്ണമായിട്ട് വെളിയിൽ പോകുന്നതിനും ഇതിൻ്റെ വേരുകൾ ഈ ദ്വാരത്തിലൂടെ മണ്ണിൽ ചെന്ന് ചേരാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വേര് മണ്ണിൽ എത്തിപ്പിടിച്ചാൽ ഇത് കൂടുതൽ വളരാൻ സാധ്യതയുണ്ട്. അപ്പം കുള്ളനായിട്ടല്ല, നല്ലവണ്ണം വളരും. പിന്നെ അത് വലിയ പ്രയാസമാണ്. അപ്പം കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ നമ്മളിതിനകത്ത് നിരത്തി കൊടുക്കുക. രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പൂർണ്ണമായിട്ടും പോകണം. വേര് ദ്വാരത്തിലൂടെ വെളിയിൽ പോകരുത്. ഈ കാരണത്താലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ഏതാനും തൊണ്ടുകൾ, കാരണം അല്പം ഈർപ്പം ഇതിനകത്ത് നിലനിർത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ആഴ്ച ഒരു ദിവസം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഉണക്ക് സമയങ്ങളിൽ. അതുകൊണ്ട് തന്നെ വേറെ ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം തൊണ്ട് ഇതിനകത്ത്, തൊണ്ടെന്ന് പറയാൻ തന്നെ തൊണ്ട് അഴുകിയ തൊണ്ടായിരിക്കണം നമ്മൾ നിരത്തി കൊടുക്കേണ്ടത്. കാരണം അല്ലാത്ത പച്ചത്തൊണ്ടിന് ഇതിൻ്റെ വേരിനെയൊക്കെ നശിപ്പിച്ച് കളയാനുള്ള ഒരു പ്രേരണയുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം അഴുകിയ തേങ്ങ പൊതിച്ചിട്ട് ഒരു മാസത്തോളമൊക്കെ വെള്ളത്തിനകത്തൊക്കെ ഇട്ട് അഴുകിയ തൊണ്ടുകളായിരിക്കണം നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത്. ഏതാനും തൊണ്ടുകളിലൂടെ നമ്മൾ ഇട്ട് കൊടുത്തു അവിടെ. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ആദ്യം ഓട് നിരത്തി, അതിനുശേഷം തൊണ്ട് നമ്മൾ അടുക്കി കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ പുരയിടത്തിൻ്റെ മേൽഭാഗത്തുള്ള മണ്ണ് വേണം നമ്മൾ എടുക്കാൻ. എന്ന് ഞാൻ പറയുമ്പോൾ മേൽമണ്ണെന്ന് പറയുമ്പോൾ തന്നെ സസ്യങ്ങളുടെ ഇലകളും ഒക്കെ വീണ് അഴുകിയ മണ്ണ് നമ്മളിതിന് വേണ്ടി തിരഞ്ഞെടുക്കുക. ഈ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. മണ്ണിട്ട് കൊടുത്തു. ഇനി ഈ തൈകൾ, ഇതിപ്പോൾ 2 തൈയാണ് ഇതുള്ള. രണ്ടോടെ ഞാൻ ഒന്നിച്ച് നടുവാണ്. കാരണം അത് മതി. ഇതിനകത്തുനിന്ന് 2 കൊല്ലം കൂടുന്നുണ്ടേ ഈ ചട്ടിയിൽ നിന്നും ഈ വേപ്പ് പുറത്തെടുത്ത് ഈ മണ്ണ് കളഞ്ഞിട്ട് വീണ്ടും മണ്ണ് നിറച്ചു കൊടുക്കണം. ഇതിപ്പം ഒരാൾ ഹൈറ്റ്, നമ്മുടെ ഒരാളുടെ അത്ര ഉയരത്തിൽ വളരാൻ അനുവദിക്കണം. കാരണം നമുക്ക്
അത്യാവശ്യമുള്ള ഘട്ടത്തിൽ ഇതിൻ്റെ ചുവട്ടിലിരുന്ന് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ അല്പനേരം നമുക്ക് ഏകാഗ്രമായിട്ടിരിക്കാനോ ഒക്കെ വളരെ നല്ലതാണ്. കാരണം അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെ നിർവീര്യമാക്കാൻ, അന്തരീക്ഷത്തിലെ രോഗാണുക്കളെ നിർവീര്യമാക്കാൻ എല്ലാം കഴിയുന്ന അത്ഭുതസ്ഥിതിയുള്ള ഒരു വൃക്ഷം കൂടിയാണ് ഈ വേപ്പ്. അങ്ങനെയുള്ള വേപ്പിനെ നമ്മുടെ സൗകര്യമനുസരിച്ച് ഒരു ചെറുവേപ്പായി നമ്മൾ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പൂവും കായും ഒക്കെ ഉണ്ടാവും. അപ്പം ഇത് വളർന്ന് നല്ല രീതിയിലായി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിന് കുറച്ചുകൂടി മണ്ണ് ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വേപ്പ് നട്ട് കഴിഞ്ഞു, ചുവടൊക്കെ ഉറപ്പിച്ചു. അപ്പോൾ ഇതിന് വളമെന്ന് പറയുമ്പോഴേ ഒരു അല്പം ചാരമോ അല്ലെങ്കിൽ അല്പം ചാണകപ്പൊടിയോ ഒരു 6 മാസം കൂടുമ്പോഴൊന്ന് വിതറി കൊടുക്കുന്നില്ല. കുറച്ചേ ആകാവും, കൂടുതലായി കഴിഞ്ഞാൽ ഇത് വളർന്ന് ഭയങ്കരമാകും. അതുകൊണ്ട് കുറച്ച് ചാമ്പലോ അതല്ലെങ്കിൽ ചാണകപ്പൊടിയോ വിതറി കൊടുക്കുക. മറ്റ് വളങ്ങളൊന്നും വേണ്ട കാര്യമില്ല. പിന്നീട് നമ്മൾ വീണ്ടും ചെയ്യുന്ന വെച്ചാൽ ഈ തൊണ്ടുകൾ, കുറച്ച് തൊണ്ടുകൂടെ, അരിക തൊണ്ടുകൂടെ നമ്മളിതിൻ്റെ മുകളിൽ ഒന്ന് അടുക്കി കൊടുക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ വെള്ളത്തിൻ്റെ ഈർപ്പം ഇത് നിലനിൽക്കണം. കാരണം ഈ ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ ഈ വേപ്പിൽ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം കരുതൽ കൊടുക്കണം. എന്നാൽ മണ്ണിൽ നടുവാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ഉണക്ക സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ജീവൻ നിലനിർത്താനുള്ള ആവശ്യത്തിലുള്ള വെള്ളം അത് മണ്ണിൽ നിന്ന് തന്നെ ശേഖരിച്ചുകൊള്ളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നട്ടു വളർത്താമെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇത്തരത്തിലുള്ള ഒരു വേപ്പ് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ വീട്ടിൻ്റെ പ്രധാനപ്പെട്ട വാതിലിന് അഭിമുഖമായിട്ട് വെക്കണം. അപ്പോഴങ്ങനെ വരുന്നുണ്ടേ കാറ്റ് തട്ടി ഇതിൽ നിന്നും ഉള്ള ആ ഒരു ഊർജം നമ്മുടെ മുറിക്കുള്ളിലും ഒക്കെ വരികയും അപ്പോൾ അങ്ങനെ നമ്മുടെ മുറിക്കുള്ളിലെയൊക്കെ വായുവിനെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ അറിയാതെ പറ്റിയ രോഗാണുക്കളൊക്കെ നിർവീര്യമാക്കാനും ഒക്കെ കഴിയും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പഴയ കാലങ്ങളിലൊക്കെ ചിക്കൻ പോക്സും അതുപോലെ തന്നെ ഒക്കെ ഉള്ള അസുഖങ്ങൾക്ക് ഇതിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നു. അപ്പം അണുക്കളെ നശിപ്പിക്കാൻ ഏറ്റവും കഴിവുള്ള ഒരു സംഗതിയാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടാം. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഇത് മറ്റുള്ളവർ എത്തിക്കാനും താല്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വരെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി, നമസ്കാരം.